11-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും അരുണാണ്. അരുൺ പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത്, അരുൺ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ജോലി തനിക്ക് സ്ഥിരമാകണം, അതോടൊപ്പം തന്നെ തൻ്റെ ഷോൾഡറിലുള്ള പെയിൻ മാറിപ്പോകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം അരുണിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അരുണിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അരുണിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. താൻ ഖത്തറിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം അരുണിൻ്റെ മേൽ ചലിക്കട്ടെ അപ്പാ. കർത്താവേ, ബ്രദർ ഒരു അനുഗ്രഹമാകട്ടെ അപ്പാ, തൻ്റെ സ്ഥാപനത്തിനൊരു അനുഗ്രഹമാകട്ടെ. താൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ ചലിക്കട്ടെ അപ്പാ. അസാധാരണമായ വിധത്തിൽ പെർഫോം ചെയ്യുവാൻ കർത്താവെ, അവർക്ക് ഫേവർ തോന്നുന്ന വിധത്തിൽ, അവർക്ക് പ്രീതി തോന്നുന്ന വിധത്തിൽ, അവർക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ കർത്താവിൻ്റെ കരം അപ്പാ ഈ മകന് മേൽ ചലിക്കട്ടെ അപ്പാ, ഈ മകന് മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. തൻ്റെ ജോലി സ്ഥിരമാകട്ടെ, തനിക്ക് സാലറിയിൽ വർധനമുണ്ടാകട്ടെ, വലിയ മഹത്വം തൻ്റെ ലൈഫിൽ കാണട്ടെ അപ്പാ. അതോടൊപ്പം തൻ്റെ ഷോൾഡറിനായിരിക്കുന്ന പെയിൻ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബലക്കുറവും, എല്ലാ വേദനയും, എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. വലിയ മഹത്വം ചലിക്കട്ടെ അപ്പാ, വലിയ മഹത്വം ചലിക്കട്ടെ അപ്പാ, വലിയ മഹത്വം ചലിക്കട്ടെ അപ്പാ. കർത്താവെ, അതോടൊപ്പം തന്നെ തൻ്റെ അനുജനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, MBBS PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുക. തൻ്റെ മകൻ്റെ ലൈഫിലും കർത്താവിൻ്റെ വലിയ മഹത്വം ചലിക്കട്ടെ അപ്പാ. അത്ഭുതകരം അപ്പാ ഈ വീട്ടിൽ ഉണ്ടാകട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ, അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. അപ്പോൾ നിൻ്റെ സ്നേഹത്തിനായി, നന്മയ്ക്കായി ഒക്കെ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹയർ ലൈഫ് ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഉന്നത നിലവാരമുള്ള ജീവിതം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലൊരു വിശ്വാസി അല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തി, ഒരു ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കേണ്ട ജീവിതമാണ് ഹയർ ലൈഫ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അതിലല്ല ആയിരിക്കുന്നത്. കാരണം നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളെ അവിടെ എത്തിയില്ല എന്നതാണ്. കർത്താവ് നമുക്കത് തന്നിട്ടുണ്ടോ? ശരിയായ വിധത്തിലുള്ള ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് അങ്ങനെയൊരു ലൈഫിൽ എത്താൻ കഴിയാത്തത്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റട്ടെ. ദൈവവചനത്തിൽ എന്താണ്
ഒരു ക്രിസ്തുവിലായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൈവജനത്തിലേക്ക് പോകാം. Can I ask a question to ഞാൻ you? നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. But Christ crucifixion gives you a higher realm of existence. ക്രൂശീകരണം നിങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ജീവിത രീതിയെ തരുവാനിടയായി. That's why you have an exceptional life. അതുകൊണ്ടാണ് നിനക്കൊരു അസാധാരണമായ ജീവിതമുള്ളത്. I have an exceptional life. എനിക്കൊരു അസാധാരണമായ ജീവിതമുണ്ട്. Because Jesus crucified in Calvary to give me an exceptional life. യേശു കാൽവറിയിൽ ക്രൂശിൽ യാഗമായി തീർന്നത് എനിക്ക് അസാധാരണമായ ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ്. Listen to me. എന്നെ ശ്രദ്ധിച്ചാലോ, If you believe you are called into the higher realm of existence, നീ ഉന്നത നിലവാരമുള്ള ജീവിത രീതിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിച്ചാൽ, you are manifesting restorations also in the higher realms. എന്ന് വെച്ചാൽ നിന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടത് വെളിപ്പെട്ടു വരുന്നത് അത് ഉന്നത നിലവാരത്തിൽ നിന്നായിരിക്കും. It's quite a big word. അതൊരു വലിയ വാക്കാണ്. I can please be seated. I want to share about that word. എനിക്ക് ആ വാക്യത്തെ കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. God want you to be an exceptional life. നിനക്ക് ഒരു അസാധാരണമായ ജീവിതമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. Because he died for you. കാരണം അത് എന്ന് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്. Can I ask a question? The owner of the universe died for us for an ordinary life or not? ഒരു സാധാരണ ജീവിതം തരാൻ വേണ്ടിയിട്ടാണോ ഈ സർവ്വ പ്രപഞ്ചത്തിന്റെ ഉടയവനായവൻ മരിക്കുവാനിടയായത്? Do you think so? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? But we believe so. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. I need an ordinary life. എനിക്കൊരു സാധാരണ ജീവിതം വേണം. He is the owner of the universe. അവൻ ഈ സർവ്വ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്. He died for you. അവൻ നിനക്ക് വേണ്ടി മരിക്കുവാനിടയായി. Not to give an ordinary life. അതൊരു സാധാരണ ജീവിതം തരാൻ വേണ്ടിയിട്ടല്ല. Exceptional life. ഒരു അസാധാരണമായ ജീവിതം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. Excellent life. മികച്ചതായ ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ്. Glorified life. മഹത്വമേറിയ ജീവിതം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. Honorable life. അത് മഹത്വമേറിയ ജീവിതം നിനക്ക്, ബഹുമാനപരമായ ജീവിതം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. God gave his valuable son. ദൈവം അവന്റെ വിലയുള്ള മകനെ തരുവാനിടയായി. For me. എനിക്ക് വേണ്ടിയിട്ട്. Is it for an ordinary life? അതൊരു സാധാരണ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? But we believe it. പക്ഷേ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. We settle in ordinary life. നമ്മൾ അങ്ങനെ അതിലാണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ സെറ്റിൽ ആയി പോയി. That's why we never expect extraordinary or supernatural life. അതുകൊണ്ട് നമുക്കൊരു അസാധാരണമായ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾക്ക് പ്രതീക്ഷയില്ല. You have been brought into higher realm of existence. നിന്നെ ഉന്നതമായ ജീവിത നിലവാരത്തിലേക്ക്, ജീവിത രീതിയിലേക്കാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. യേശു മരിച്ചത് നിങ്ങൾക്കൊരു സാധാരണ ജീവിതം തരാൻ മാത്രമേ സാധിച്ചുള്ളെങ്കിൽ യേശുവിന്റെ മരണം ഒരു പരാജയമല്ലേ? നിങ്ങളൊരു സാധാരണ ജീവിതത്തെ കൂടുതൽ മേളിലോട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്തനായി ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് മരിക്കണം, അതിനപ്പുറത്ത് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്ന് പറഞ്ഞ ഒരു സാധാരണ ഭക്ത ജീവിതം തരാനാണ് യേശു മരിച്ചതെന്ന്. Look at Israel. ഇസ്രായേലിനെ നോക്കിയാലോ, They still using the lamb for sacrifice. ഇപ്പോഴും ആട്ടിനെ യാഗത്തിനായി അവർ ചെയ്യുവാനിടയാകുന്നുണ്ട്. Still they are following the rituals of the Old Testament. പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഇപ്പോഴും പിന്തുടരുന്നത്. But they believe the richness of God. പക്ഷെ അവർ ദൈവത്തിന്റെ സമൃദ്ധിയെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. They live there. അവർ അങ്ങനെയാണ് ജീവിക്കുന്നത്. Even the blood of the lamb can produce result in Israel. Then what about us? ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് ഇസ്രായേലിന്റെ മേൽ ചിലത് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് സാധ്യമല്ല? The blood of lamb is doing such a things for Israel. What about
blood of Christ, blood of Jesus do for us? ഒരു ആടിന്റെ രക്തത്തിന് ഇസ്രായേലിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ രക്തത്തിന് എനിക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കുവാനായി സാധിക്കത്തില്ല? Can you please stand up and say to 1 or 2, 3 neighbor, I refuse to live an ordinary life because Christ died for me. നിങ്ങൾക്ക് എഴുന്നേറ്റിട്ട് അടുത്തുള്ള 2-3 പേരോട് പറയാൻ പറ്റുമോ, ഞാൻ സാധാരണ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി. We are talking about the restoration. നമ്മൾ പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Manifestation of restoration. പുനഃസ്ഥാപിച്ചത് വെളിപ്പെട്ടു വരുന്നതിനെ കുറിച്ച്. What Jesus restored for you? എന്താണ് ക്രിസ്തു നിനക്ക് വേണ്ടി പുനഃസ്ഥാപിച്ചത്? Not no ordinary thing. അതൊരു സാധാരണ കാര്യമല്ല. Higher realm of existence. That's what God restored. അത് ഉന്നതമായ ജീവിത രീതിയാണ് ദൈവം നിനക്ക് വേണ്ടി പുനഃസ്ഥാപിച്ചു തന്നിരിക്കുന്നത്. Exceptional life. അസാധാരണമായ ജീവിതം. Exceptional life. അസാധാരണമായ ജീവിതം. Exceptional life. അസാധാരണമായ ജീവിതം. Say to your neighbor, exceptional life. അടുത്ത വ്യക്തിയോട് പറഞ്ഞാൽ അസാധാരണമായ ജീവിതം. That's what Calvary did for you. അതാണ് കാൽവരിയിൽ ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്യുവാനിടയായത്. നിങ്ങൾക്ക് തുള്ളിച്ചാടാൻ തോന്നണില്ലേ? If you are lived again an ordinary life, Christ died for you vain. എന്ന് വെച്ചാൽ നീ ഇപ്പോഴും ഒരു സാധാരണ ജീവിതമാണ് നീ ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചത് അതൊരു വേസ്റ്റ് ആയി പോയി. You have to live an exceptional life. നീ ഒരു അസാധാരണമായ ജീവിതമാണ് ജീവിക്കേണ്ടത്. Beyond the nature. പ്രകൃതിക്ക് മുകളിൽ. Beyond the people. ആൾക്കാരുടെ മുകളിൽ. Beyond the normal humans. സാധാരണ മനുഷ്യന്റെ മുകളിൽ. Brothers and sisters, you are called for an exceptional life. സഹോദര സഹോദരി, നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. That's what he did in Calvary. അതാണ് അവൻ കാൽവറിയിൽ ചെയ്തെടുക്കാനിടയായത്. Don't lose it. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. Can I say one thing? ഒരു കാര്യം, Your restoration, you think the restoration lightly, your manifestation also become very lightly. നിങ്ങൾ പുനഃസ്ഥാപനം വളരെ ചെറുതായിട്ട് കണ്ടാൽ നിന്റെ മാനിഫെസ്റ്റേഷൻ അത് ചെറുതായി എന്നൊക്കെ സാധ്യമാകത്തുള്ളൂ. But I believe the owner of the universe died for me. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി. The God's valuable son died for me. ദൈവത്തിന്റെ വിലയേറിയ മകൻ എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി. That's why I'm exceptional. അതുകൊണ്ടാണ് ഞാൻ അസാധാരണമായിരിക്കുന്നത്. Don't lose it. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. Don't change your thoughts. നിന്റെ ചിന്തയെ മാറ്റിക്കളയരുത്. Refuse to live an ordinary life. നിന്നെ സാധാരണമായി ജീവിക്കുന്നത് നിരസിച്ചാട്ടെ. Say to your neighbor, refuse to live an ordinary life. അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് സാധാരണ ജീവിതത്തെ നിരസിച്ചാട്ടെ. Why? എന്തുകൊണ്ടാ? You are the God's best. കാരണം നീ ദൈവത്തിന്റെ ഏറ്റവും നല്ലതാണ്. You are the God's best. കാരണം ദൈവത്തിന്റെ ഏറ്റവും നല്ലതാണ് നീ. ദൈവത്തിന്റെ ഏറ്റവും നല്ലത് വിലയേറിയത് നീയാണ്. Say to your neighbor, understand, know who you are in Christ Jesus. അടുത്ത വ്യക്തിയോട് പറഞ്ഞാൽ നീ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കിയാട്ടെ. Understand who you are in Christ. When others talk about their circumstances, മറ്റുള്ളവർ അവരുടെ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ you make solution for them. നീ അവർക്ക് വേണ്ടി സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. Because you have been brought into higher realm of existence. കാരണം നിന്നെ ഉന്നതമായ ജീവിത നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്.
You are a solution maker. നീ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. You are a solution maker. നീ ഒരു പരിഹാരം ഉണ്ടാക്കുന്നവനാണ്. Because the word of God is resting in me. കാരണം ദൈവത്തിന്റെ വചനം നിന്റെ മുകളിൽ വസിക്കാൻ ഇടയാകുന്നു. I am a solution maker. ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. Wherever I go, ഞാൻ എവിടെ പോയാലോ I live ഞാൻ ജീവിക്കുന്നത് in excellence. അത് ശ്രേഷ്ഠമായത്. I live in excellence. ഞാൻ ശ്രേഷ്ഠമായി ജീവിക്കും. Because the spirit of excellence upon me. കാരണം ശ്രേഷ്ഠമായ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. I live in extraordinary life because excellent spirit is upon me. ഞാൻ അസാധാരണമായ ജീവിതം ജീവിക്കാൻ കാരണം മികച്ച ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കാൻ ഇടയാകുന്നു. Hallelujah. Say to your neighbor, excellence. എന്നുവെച്ചാൽ മികച്ചത്, Excellence. ശ്രേഷ്ഠമായത്. Live in excellence. ശ്രേഷ്ഠമായതിൽ ജീവിച്ചാട്ടെ. Live in excellence. ശ്രേഷ്ഠമായതിൽ ജീവിച്ചാട്ടെ. Live in excellence. ശ്രേഷ്ഠമായതിൽ ജീവിച്ചാട്ടെ. Enjoy God-given opportunities and possibilities. ദൈവം തന്ന അവസരത്തിൽ ആനന്ദിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. Because you have a limitless life. കാരണം നിനക്ക് പരിധിയില്ലാത്തൊരു ജീവിതമുണ്ട്. You have a limitless life. നിനക്ക് പരിധിയില്ലാത്തൊരു ജീവിതമുണ്ട്. You have a limitless life. നിനക്ക് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. Say to your neighbor, expect results. ഫലങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. Because you are walking with the truth of God. കാരണം നീ ദൈവിക സത്യത്തിനൊപ്പമാണ് നടക്കുന്നത്. If you are walk with the truth of God, നീ ദൈവത്തിന്റെ സത്യവുമായിട്ട് നടന്നാൽ result will follows you. ഫലങ്ങൾ നിന്നെ പിന്തുടരാൻ ഇടയാകും. Goodness and mercy will follows you. കരുണ നിന്നെ പിന്തുടരാൻ ഇടയാകും. Goodness and mercy will follows you. ദൈവത്തിന്റെ നന്മകളും കരുണയും നിന്നെ പിന്തുടരാൻ ഇടയാകും. Goodness and mercy will follows you. ദൈവത്തിന്റെ കരുണയും നല്ലതും നിന്നെ പിന്തുടരാൻ ഇടയാകും. Can you say with me, I will live in the higher realm of excellence. എന്നോടൊപ്പം പറയാനായി സാധിക്കുമോ? ഞാൻ ഉന്നതമായ ജീവിത നിലവാരത്തിലാണ് ജീവിക്കുന്നത്. Higher realm of existence. ഉന്നത നിലവാര ജീവിത രീതിയില് Live in exceptional life. ഉന്നത ജീവിത രീതിയിൽ live life of glory. മഹത്വമേറിയ ജീവിതത്തിൽ, Life of excellence. അസാധാരണമായ ജീവിതത്തിൽ, Life of glory. മഹത്വത്തിന്റെ, Life of excellence. Life of honor. ബഹുമാനത്തിന്റെ ജീവിതത്തിൽ. സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് തന്നെ എൻ്റെ ജീവിത നിലവാരം മാറുവാനാണ്. ഞാൻ ഒരിക്കൽ അടിമയായിരുന്നു, പലതിനും ഞാൻ കീഴ്പ്പെട്ടാണായിരുന്നത്. അതിൽ നിന്നും ഇല്ലായ്മയുടെയും അല്ലെങ്കിൽ പരാതിയുടെയും വേദനയുടെയും ഒക്കെ ആ കാലത്തിൽ നിന്നും കർത്താവ് എന്നെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനെ അനുഭവിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ സഭയിൽ അത്ഭുതങ്ങൾ സാധാരണമാണ്. നമ്മൾ നാളുകളായിട്ട് പറയുന്നുണ്ട് മിറക്കിൾസ് ആർ നോർമൽ. എല്ലാ ആരാധനകളിലും അനേകർ വിടുവിക്കപ്പെടുന്നു, അനേകർ കർത്താവിൻ്റെ നന്മകളെ കാണുവാനായിട്ട് ഇടവരുന്നു. നമുക്ക് അതുകൊണ്ട് ധാരാളം സാക്ഷ്യങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടാകാറുണ്ട്. ഇന്നും നമ്മളുടെ സഭയിൽ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യം നമ്മളോട് തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ അറിയിക്കുന്നത് അജിത സിസ്റ്ററാണ്, ബാലരാമപുരത്ത് നിന്ന്. അജിത സിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സഭയിലേക്ക് ആദ്യമായിട്ട് വന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ആദ്യമായിട്ട് വന്നെങ്കിലും കർത്താവിൻ്റെ സന്ദർശനമുണ്ടായി. സിസ്റ്ററിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ആ മീറ്റിങ്ങിൽ നിന്ന് ലഭിക്കാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവിക സ്പർശമുണ്ടായി. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആദ്യമായി സഭയിൽ വരുന്നത്. എനിക്ക് 3 വർഷത്തേക്ക് മുമ്പേ സ്കാൻ ചെയ്തായിരുന്നു യൂട്രസിൻ്റെ. അപ്പോൾ ഒരു 3 മുഴയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി തന്നെ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ വേറൊരു ഡോക്ടറെ കാണിച്ച് ഞാനിങ്ങനെ കുറച്ച് ദിവസം ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡ് വീഴുകയും പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയി. ഹസ്ബൻഡിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ വീണ്ടും കഴിഞ്ഞ ഒരു 2 മാസത്തേക്ക് മുന്നേ എനിക്കിത് വലിയ പ്രശ്നമായി വരുന്നെന്ന് എനിക്ക് തന്നെ തോന്നുവാറായിരുന്നു. വയറെല്ലാം അല്പം ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ പ്രയറിന് വന്നിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ജോൺ തരു ബ്രദർ ഇങ്ങോട്ട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഉദരത്തിനകത്ത് 3 സിസ്റ്റം ഉണ്ടെന്ന്, 3 മുഴയുണ്ടെന്ന് പറയുകയുണ്ടായി. അത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഞാൻ സ്കാൻ ചെയ്ത് അറിഞ്ഞതായിരുന്നു 3 മുഴ. ഇത് കർത്താവ് അറിയുകയും ദേവദാസനിലൂടെ വെളിപ്പെടുകയും ദേവദാസൻ പെട്ടെന്ന് പറയുകയുണ്ടായി, ഇത് നിങ്ങളെ ദൈവം ഇന്ന് തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുമെന്ന്. അത് ഞാൻ എൻ്റെ ഉദരത്തിൽ അനുഭവിച്ചറിയുകയും അതിൽ നിന്ന് മാറിപ്പോയതായി ഞാൻ അറിയുകയും എനിക്ക് അതിനുശേഷം വലിയ ആശ്വാസവും വിടുതലും ഉണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിന് വേണ്ടിയായിരുന്നു ഞാൻ വന്നത്. അതും ബ്രദർ ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കണം, അതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും നല്ല മാറ്റമുണ്ട്. ഭവനത്തിനകത്ത് കാലെടുത്ത് വയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരാളുടെ സഹായത്തോടെ ആദ്യത്തേന്ന് നല്ല വിധത്തിൽ കാലെടുത്ത് വയ്ക്കുവാൻ സഹായിക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിനും കുടുംബത്തിനും സഭയ്ക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് വിരമിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ കണ്ണുകൾക്കൊന്നും മറവായിരിക്കുന്നില്ല. നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും കർത്താവിനറിയാം. ഈ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് വന്നത്. ഇന്നും പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെ അറിവിന് വേണ്ടിയിട്ട് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലെങ്കിലും അതെല്ലാം നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ സിസ്റ്റർ ആദ്യമായിട്ട് വന്ന സമയത്ത് തന്നെ ജോൺ ബ്രദറിനോട് പറയാതെ ജോൺ ബ്രദർ അങ്ങോട്ട് ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, ഉദരത്തിൽ 3 മുഴകളുണ്ട്. സിസ്റ്റർ നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ കർത്താവ് നമ്മളെ എത്ര നന്നായിട്ട് അറിയുന്നുണ്ട്. ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ സിസ്റ്ററിന് വിടുതലുണ്ടായി, ഹസ്ബൻഡിന് വ്യത്യാസമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ഈ സിസ്റ്ററിനെ വിടുവിച്ച കർത്താവ് ഹസ്ബൻഡിനെയും വിടുവിക്കും. ആ വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ മതി, പൂർണ്ണമായ വിടുതലുണ്ടാകും. 3 മുഴകൾ മാറി. ഹസ്ബൻഡിൻ്റെ വീഴ്ച മൂലമുണ്ടായ പ്രയാസത്തിന് നല്ല ശമനമുണ്ട്. അത് സമ്പൂർണ്ണമായും വിടുവിക്കപ്പെടട്ടെ. ഇന്ന് മുഴകളായിട്ടോ അല്ലെങ്കിൽ വീഴ്ച മൂലമുള്ള പ്രയാസമായിട്ടോ ശാരീരിക പ്രയാസങ്ങളായിട്ടിരിക്കുന്നവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, ഇന്ന് കർത്താവ് എന്നെ സൗഖ്യമാക്കുന്ന ദിവസമാണ്. ഈ സിസ്റ്ററിനെ സൗഖ്യമാക്കിയെങ്കിൽ ആ സൗഖ്യം എനിക്കും ലഭിക്കും. ഞാൻ അതിന് അർഹതയുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവ പൈതലാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാട്ടെ. ആ ദൈവശക്തി ഇപ്പോൾ ഈ സഭാമധ്യേ വ്യാപരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അനേകർ വിടുവിക്കപ്പെടട്ടെ. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, അല്പം കൂടി കുറച്ചും കൂടി വിശ്വാസത്തിലേക്ക് വരണം. കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നീ എന്നെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. നിൻ്റെ കണ്ണുകൾക്കൊന്നും മറവായിരിക്കുന്നില്ല. എൻ്റെ പ്രശ്നങ്ങളെ അറിയുന്ന നീ എന്നെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. എല്ലാവരിലേക്കും ആ സൗഖ്യശക്തി ആവരിക്കട്ടെ. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾക്കായി ഞങ്ങളും സഭയായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ ആയിരിക്കേണ്ടത് എവിടെയാണ് എന്ന് ഒരാൾക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ ഉറപ്പോടെ ബോധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി താൻ അവിടെ ആയിരിക്കണം, തൻ്റെ അവകാശം അതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെല്ലുവാനിടയാവും. നിങ്ങളൊരു സാധാരണ ജീവിതം നടത്തേണ്ട വ്യക്തിയല്ല. കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാപ്പാ. അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ അവിടുത്തെ വലിയ കൃപ അവിടുന്ന് ചൊരിഞ്ഞിരിക്കാൻ നന്ദി പറയുന്നപ്പാ. ദൈവജനത്തിൻ്റെ ബോധ്യങ്ങൾ കൊണ്ട്, ദൈവജനത്തിൻ്റെ നിറവുകൾ കൊണ്ട് ഇവരുടെ ലൈഫ് മാറട്ടെ അപ്പാ. ഇവരുടെ ലൈഫ് മാറട്ടെ അപ്പാ. ഇവരുടെ ജീവിത നിലവാരം മാറട്ടെ അപ്പാ. എൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ വീടുകളിൽ സമാധാനമുണ്ടാകട്ടെ. ഈ വീടുകളിൽ ദൈവിക സന്തോഷമുണ്ടാകട്ടെ. ഈ വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. എനിക്ക് പഠിക്കുന്ന ഒരു മോളെ കാണാം. അതായത് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു വ്യക്തി. ആ വ്യക്തിയുടെ മുട്ടിന് താഴെയായിട്ട് ആ കാലിൻ്റെ എല്ലുകളിൽ വളരെ വേദനയോടാണ് ആയിരിക്കുന്നത്. അത് കുറച്ച് നാളായിട്ട് ആ പ്രയാസത്തിലാണ് താനായിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ തനിക്ക് കാലുകളിൽ പ്രയാസമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ.
യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ, അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ചില വീടുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ചില വീടുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കർത്താവേ, ചില വീടുകളിൽ കലഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ആ വീടുകളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. എനിക്കൊരു വീട് കാണാൻ വീടിൻ്റെ മുമ്പിൽ ഒരു തെറ്റി നിൽപ്പുണ്ട്. കുറേ വർഷം പഴക്കമായൊരു ചെടി. കർത്താവെ, ആ വീട്ടിലെ എല്ലാ അസമാധാനവും നീങ്ങിപ്പോകട്ടെ അപ്പാ. ആ വീട്ടിൽ കയറിയാൽ സ്വസ്ഥത പോകും. അതേ വിധത്തിലാണ് എല്ലാ സമാധാനവും നീങ്ങിപ്പോകട്ടെ അപ്പാ. എല്ലാ സമാധാനവും നീങ്ങിപ്പോകട്ടെ അപ്പാ. ഹാലുറു ഷേഖോലുറു. ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുമുള്ള ഒരു വരുമാനം അവർക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അവർ കന്നുകാലികളെ വളർത്തിയാൽ പോലും അതവർക്ക് ശരിയായ വിധത്തിൽ ഗുണം ചെയ്യാത്ത വിധത്തിൽ കർത്താവെ, ആ വീട്ടിലെ എല്ലാ പ്രതിസന്ധികളും നീങ്ങട്ടെ അപ്പാ. അവർ അനുഗ്രഹത്തിലേക്ക് വരട്ടെ, നന്മയിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.